ഞങ്ങൾ നാട്ടിൽ നിന്നാണ്, പക്ഷെ ഇവിടെ സെറ്റിൽഡ് ബാംഗ്ലൂരിൽ. അപ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്തപ്പോൾ കുറേ റിസർച്ച് ചെയ്തു. അപ്പോഴാണ് വൃക്ഷിനെ കുറിച്ച് അറിഞ്ഞത്, സ്നേഹ ഡോക്ടറിനെ കുറിച്ചും. അങ്ങനെ ഞങ്ങൾ ഗൂഗിളിൽ നിന്നാണ് ഇത് അറിഞ്ഞത്. വന്നു, ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കുറച്ച് ഇപ്പോൾ ഒരു 1 ഇയറത്തോളം ട്രീറ്റ്മെൻറ്റ് എടുത്തു. പക്ഷേ അത്ര ലോങ് ഉണ്ടായിരുന്നില്ല. എനിക്ക് PCOD ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് കറക്റ്റ് ട്രീറ്റ്മെൻറ്റും ഡോക്ടർ വാസ് വെരി സ്വീറ്റ്. എനിക്ക് സിസ്റ്ററിനെ പോലെയായിരുന്നു. ബിക്കോസ് എന്തും ഓപ്പൺ ആയിട്ട് നമ്മുടെ ഡൗട്ട് ആയിക്കോട്ടെ എന്തും ചോദിക്കാം, ഡോക്ടർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ്സ് ആയിക്കോട്ടെ, നമ്മുടെ ടെൻഷനൊക്കെ അവർ നമ്മളെ സമാധാനിപ്പിക്കും, നമ്മളോട് പറയും ഇല്ല ശരിയാവുമെന്ന്. എൻ്റെ ലാസ്റ്റ് എനിക്ക് ഈ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ നഴ്സുമാരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു പേടിക്കേണ്ട, അത് ഈ പ്രാവശ്യം എന്തായാലും പോസിറ്റീവ് ആവുമെന്ന്. അങ്ങനെ ഇപ്പോൾ പോസിറ്റീവായി. എൻ്റെ ബേബിക്ക് ഇപ്പോൾ 8 months ആണ്. ബേബി ഇവിടെ ഉണ്ട്, ബട്ട് കരിയാണ്, അതുകൊണ്ട് അവിടെ ഉണ്ട് സ്റ്റാഫ്സിൻ്റെ അടുത്ത്. ഇപ്പോൾ ഡോക്ടേഴ്സ് നല്ല സ്വീറ്റാണ്. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ ക്ലിയർ ചെയ്ത് പറഞ്ഞു തരും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ്, നമ്മുടെ എന്തൊക്കെ ഇഷ്യൂ എന്നൊക്കെ അറിഞ്ഞിട്ട് എല്ലാം കേട്ടിട്ടാണ് അവർ ട്രീറ്റ്മെൻറ്റ് തരിക. അപ്പോൾ എനിക്കിപ്പോൾ PCOD എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഹോർമോൺസ് ശരിയാക്കാനും ഒക്കെ നോക്കിയിട്ട് എനിക്ക് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് തന്നുകൊണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് റിസൾട്ട് വന്നിരുന്നു. പിന്നെ ഞാൻ നല്ല ടെൻഷൻ അടിക്കുന്ന ആളായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഡോക്ടർ എപ്പോഴും പറയും പോസിറ്റീവായിട്ട് ചിന്തിക്കണം, എന്തായാലും നടക്കുന്നു. ഞാൻ വിചാരിച്ചത് എനിക്ക് കുറേ സമയം പിടിക്കും പോസിറ്റീവ് ആവാമെന്ന്. പക്ഷെ അത്രയൊന്നും പിടിച്ചില്ല. ഡോക്ടർ പറഞ്ഞ പോലെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റും കറക്റ്റ് മെഡിസിൻസൊക്കെ ആയപ്പോൾ പെട്ടെന്ന് പോസിറ്റീവായി. ഇപ്പോൾ ഡോക്ടറെ കാണാനാണ് ഞങ്ങൾ വന്നിരുന്നത്, ബേബിനെ കൂട്ടിയിട്ട്. ഡോക്ടറെ കണ്ടു, ഡോക്ടർ ഹാപ്പി. ഞങ്ങളൊരു കുഞ്ഞ് സെലിബ്രേഷനൊക്കെ ആക്കി. അപ്പോൾ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. എനിക്കറിയുന്ന എൻ്റെ കസിൻസ് ഉണ്ട്, അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ അവർക്ക് കുറേ പേർക്ക് അറിയാമല്ലോ, ഇപ്പോൾ എല്ലാവർക്കും ബേബീസിനാവാൻ ഇപ്പോഴത്തെ ഫുഡിൻ്റെ ആയിക്കോട്ടെ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് അറിയാമല്ലോ ഇപ്പോൾ ഹോർമോൺസ് ഇഷ്യൂ ഒക്കെ ആവുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എനിക്കറിയുന്ന കുറേ പേർക്ക് ബേബീസിൻ്റെ ഇഷ്യൂ ഉണ്ട് ആവാത്തത്. അപ്പോൾ ഞാൻ അവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് വൃക്ഷിലോട്ട് വരാൻ. അപ്പോൾ ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. നിങ്ങൾ വന്നാൽ എന്തായാലും പോസിറ്റീവായിട്ട് എന്തായാലും കിട്ടും നിങ്ങൾക്ക്. താങ്ക് യു സോ മച്ച്.